ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കൊൽക്കത്തയിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ഇവിടെ ഒരു വാക്സ് മ്യൂസിയം, മദേഴ്സ് വാക്സ് മ്യൂസിയം എന്നാണ് പേര്. നല്ല ഭംഗിയാണ് ഇവിടുത്തെ വാക്സ് മ്യൂസിയം കാണാനായിട്ട്. അതുപോലെ വിശ്വ ബംഗ്ലാ ഗേറ്റ്, പിന്നെ എക്കോ പാർക്ക്, ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇതാണ് വിശ്വ ബംഗ്ലാ ഗേറ്റ്. ഇതൊരു ഹാങ്ങിങ് റെസ്റ്റോറൻ്റാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹാങ്ങിങ് റെസ്റ്റോറൻ്റാണ് ഇത്. ഏകദേശം റോഡിൽ നിന്ന് 55 മീറ്റർ ഉയരത്തിലാണ് ഇതിനെ വെച്ചിട്ടുള്ളത്. സെൻട്രൽ റോഡിൻ്റെ കറക്റ്റ് മിഡിലായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. 4 പില്ലറുകളിലായിട്ട് 4 സൈഡിൽ നിന്നും ഇതുപോലെ ഉയരത്തിലാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ പൊക്കമാണ് ഇത്. ഇതിൻ്റെ ഉള്ളിലൊരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങളിതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല. ഇതുപോലെ കയറിപ്പോകാൻ സ്റ്റെപ്പുകളുണ്ട്, അതുപോലെ തന്നെ ലിഫ്റ്റിൻ്റെ സൗകര്യവുമുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. രാവിലെ ഏതാണ്ട് 11 മണിയോടെ എങ്ങാണ്ടാണ് റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്. നമ്മളിവിടെ ഫുഡ് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല പോയത്. ഇതിൻ്റെ ഒന്ന് വ്യൂ കാണാൻ. പലപ്പോഴും കൊൽക്കത്തയിൽ മിക്കവാറും ഒക്കെ കറങ്ങാറുള്ള ഏരിയയാണ്. പക്ഷേ ഇതുപോലെ അടുത്ത് നിന്ന് കാണുന്ന ആദ്യമായിട്ടാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ അതിൻ്റെ താഴെ ആ പുൽത്തകിടിയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ പോയി ഇരിക്കുന്ന കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം മുകളിൽ ഇതുപോലെയാണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ദൂരം ഇങ്ങനെ കാണുമ്പോൾ ഒരു പൈപ്പ് മാതിരി ഇങ്ങനെ പോകും. പിന്നെ ഇവിടെ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് പാത്തുണ്ട്. അതിലൂടെ കയറി മറു സൈഡിൽ ഇറങ്ങുകയാണെങ്കിൽ വിശ്വ ബംഗ്ലാ ഗേറ്റിൻ്റെ തന്നെ മറ്റൊരു സൈഡിലെ വ്യൂ കാണാം. അങ്ങനെ 4 സൈഡിലേക്ക് ഇതുപോലെ അണ്ടർഗ്രൗണ്ട് പാത്തിലൂടെ പോവുകയാണെങ്കിൽ അതുവഴി നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് വിശ്വ ബംഗ്ലാ ഗേറ്റിൻ്റെ മറ്റൊരു വ്യൂ കാണാം. അങ്ങനെ നമുക്ക് 4 സൈഡിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ട്. ഇതും കൊൽക്കത്ത സിറ്റിയുടെ സെൻറ്ററായിട്ടുള്ള ഭാഗത്താണ്. നോക്കിയേ, ഫ്ലാറ്റും വണ്ടികളും എല്ലാം അടുത്ത്. പിന്നെ അതുപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു ഭാഗമാണിത്. ഒരു ചില്ല് കൊട്ടാരം എന്ന് പറയാം. ഇതിന് എന്താ പേര് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഫുള്ള് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു മിറർ, കുറേ മിററുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയതുപോലെ. ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതാണ്. ഇത് വിശ്വ ബംഗ്ലാ ഗേറ്റിൻ്റെ റോഡിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സൈഡിലാണ്. ഇവിടെ ഫോട്ടോ ഈ ഒരു രീതിയിലാണ് ഇതിനെ ഇങ്ങനെ കാണുന്നത്. ഗ്ലാസുകൾ, മിററുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ഷേപ്പിലാണുള്ളത്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമുണ്ട്. നമ്മളെ തന്നെ വളരെ ഒരുപാട് റിഫ്ലെക്സ് ഇങ്ങനെ കാണും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ഈ ഒരു ഏരിയയിൽ ഇതുപോലെ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും ഒക്കെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്തും ഇവിടെ ഷൂട്ടിങ്ങൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ടൗണിൻ്റെ ഒത്ത നടുക്കാണ്. എങ്കിൽ പോലും വാഹനങ്ങളുടെ ശല്യമൊന്നും ഇല്ലാതെ തന്നെ ഇതൊരു പ്രത്യേകമായ ഒഴിഞ്ഞ ഏരിയ. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പാർക്ക് മാതിരിയുണ്ട്. ചെറിയൊരു ഗാർഡൻ. ഇവിടെയൊക്കെ ഇങ്ങനെ വെഡ്ഡിങ് ഷൂട്ടിങ്, ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പം വളരെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല പുൽത്തകിടിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും കൊൽക്കത്ത സൈഡിലൊക്കെ കറങ്ങാനായിട്ട് ഒക്കെ ഇറങ്ങുന്നവർ, അല്ലെങ്കിൽ കൊൽക്കത്തയിൽ തന്നെ താമസിക്കുന്നവർ, ഇതുവരെ ഈ ഏരിയയിലൊന്നും പോയിട്ടില്ല എങ്കിൽ ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് കാണാൻ. നമുക്ക് ഇതൊക്കെ ഒരു അവസരം കിട്ടുമ്പോഴല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇനി ഇവിടെ നിന്നും നമ്മളിനി പോകുന്നത് ഇക്കോ പാർക്കിലേക്കാണ്. ഇക്കോ പാർക്കും വാക്സ് മ്യൂസിയവും തമ്മിൽ അധിക ദൂരമില്ല, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇക്കോ പാർക്കിന് ഒരു 4 5 ഗേറ്റിലൂടെ അതിൻ്റെ ഉള്ളിൽ കയറാം. അതിൽ 3-ാം നമ്പർ ഗേറ്റിനടുത്തായിട്ടാണെന്ന് തോന്നുന്നു വാക്സ് മ്യൂസിയം വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങാമെന്നുണ്ടെങ്കിൽ, വണ്ടിയിൽ അവിടെ ഇറങ്ങാമെന്നുണ്ടെങ്കിൽ ഇക്കോ പാർക്കിലും കയറി വാക്സ് മ്യൂസിയത്തിലും കയറാം. വാക്സ് മ്യൂസിയത്തിൽ കയറുന്നതിന് ചാർജുണ്ട്. നമുക്ക് ഫീസ് ഏതാണ്ട് 300 രൂപയാണെന്ന് തോന്നുന്നു സൺഡേകളിൽ. അല്ലാതുള്ള ദിവസങ്ങളിൽ 150 ആണെന്ന് തോന്നുന്നു. സൺഡേയിൽ കുറച്ചധികം ഫീസാണ്. പിന്നെ ഈ കാണുന്നത് ട്രാമാണ്. അതായത് കൊൽക്കത്ത സിറ്റിയിൽ പണ്ട് ഞാൻ ആദ്യമായി കൊൽക്കത്തയിലെത്തുന്നത് 2000-ലാണ്. ആ വർഷമൊക്കെ, ഇപ്പോഴും കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇത് ക്യാൻസലാക്കിയത്. ഇതുപോലെ ട്രെയിനുമല്ല ബസ്സുമല്ലാത്തൊരു സാധനം പലരും TV-യിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ട്രാമാണ്. ട്രെയിൻ പോലെ തന്നെ 7-8 ബോഗികളുണ്ടാകും. റോഡിൻ്റെ നടുക്കിലൂടെ തന്നെയാണ്. ഇതിനു വേണ്ടി ചെറിയ കൊൽക്കത്ത, ഓൾഡ് കൊൽക്കത്ത എന്ന് പറയുന്ന ഭാഗത്തല്ല, ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ റോഡിൻ്റെ സൈഡിലല്ല, റോഡിൻ്റെ മിഡിലിൽ കൂടെ തന്നെ ചെറിയ കുഞ്ഞു പാളങ്ങളുണ്ട്. ഇതിലൂടെയാണ് ഈ ട്രാം പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബസ്സും പോവാം. ആ രീതിയിലാണ് ട്രാഫിക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രാം ഇപ്പം ക്യാൻസലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ മെട്രോ സർവീസ്, അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഏറ്റവും നല്ല സ്ഥലമാണ് കൊൽക്കത്ത. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നതുകൊണ്ട് ട്രാമിനെ അവോയ്ഡ് ചെയ്തു. പിന്നെ അവിടെ ഒരു മോഡലായിട്ട് വാക്സ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ട്രാം വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പക്ഷേ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ്
പ്രവർത്തിക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വാക്സ് മ്യൂസിയത്തിനുള്ളിൽ കയറി. ഇതിനകത്ത് ബാഗും മറ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ മൊബൈൽ കൊണ്ടുപോകാം, നമുക്ക് വേണ്ടുന്ന ഫോട്ടോയൊക്കെ എടുക്കാം. അപ്പോൾ ഇതൊക്കെ എന്തോ ഒറിജിനാലിറ്റി ആണെന്നറിയാവോ, നല്ലൊരു ഫീലാണ് ഇതൊക്കെ കാണുമ്പോൾ. ഫുൾ AC ആണ്, വാക്സ് അല്ലേ, അതുകൊണ്ട് പുറത്തുള്ള ചൂടൊന്നും നമ്മൾ അറിയത്തില്ല. പിന്നെ ഈ ഓരോ ആൾക്കാരെ, മഹാത്മാഗാന്ധിജി മുതൽ ഓരോരോ ആൾക്കാരെ കാണുന്നത് നമ്മൾ കണ്ടാൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അത്ര ഒറിജിനലാണ് കാണാനായിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുള്ളാണ്.
അങ്ങനെ നമ്മൾ വാക്സ് മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കണ്ടല്ലോ. ഫിലിം സ്റ്റാർസിനെ, ക്രിക്കറ്റേഴ്സിനെ, ഫുട്ബോൾക്കാരെ, മ്യൂസീഷ്യൻസിനെ, പിന്നെ അതുപോലെ ഇടയ്ക്കൊരു പ്രേതാലയം, അതിൻ്റെ ഉള്ളിൽ ശരിക്കും പേടിയാവും കേട്ടോ. അതിൻ്റെ ആ സൗണ്ട് ഇഫക്റ്റും കൂടെയൊക്കെ ആകുമ്പോഴത്തേനും നല്ല പേടി തോന്നും. ഇതെല്ലാം കണ്ട് മുകളിൽ ഇതുപോലെ പടികൾ കയറി മുകളിൽ വരുമ്പോൾ അതിവിശാലമായ വലിയൊരു റെസ്റ്റോറൻ്റാണ് ഏറ്റവും മുകളിൽ. പക്ഷേ അതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന വ്യൂ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അധികം ദൂരെ ഒരു റിവർ കാണാം. പക്ഷേ ആ റിവറിലേക്കാണ് നമുക്കിനി പോകാനുള്ളത്. അത് ഇക്കോ പാർക്കിൻ്റെ ഉള്ളിലുള്ളൊരു ഭാഗമാണ് നമ്മൾ ഈ വാക്സ് മ്യൂസിയത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത്. ഇവിടെ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസും അതുപോലെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്നവർക്ക് കഴിക്കാം. നമ്മൾ ഫുഡ് നേരത്തെ തന്നെ ഇവിടുത്തെ ഒരു മലയാളി ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് ഇക്കോ പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് ഓർഡർ ചെയ്തിട്ടാണ് വാക്സ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയത്. മലയാളി കടയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇക്കോ പാർക്കിൻ്റെ ഉള്ളിൽ ഫുഡ് എത്തിക്കും. അപ്പം വാക്സ് മ്യൂസിയത്തിനകത്ത് നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇക്കോ പാർക്കിൻ്റെ ഉള്ളിലെത്തി. അവിടെ 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ കയറി ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമ്മൾ ഇക്കോ പാർക്കിൽ വരാനായിട്ട് വരികയാണെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. നല്ല ബിരിയാണി ആയിരുന്നു. മലയാളി കടയിലെ ബിരിയാണി നമുക്ക് പറ്റിയ ഒരു ടേസ്റ്റിലുള്ള ബിരിയാണി ആയിരുന്നു. ഇനി നമുക്ക് ഇക്കോ പാർക്കിൽ ഒരുപാട് കാഴ്ചകളൊന്നും കാണാനുള്ള സമയം കിട്ടിയില്ല. അതിനകത്ത് 7 വണ്ടേഴ്സൊക്കെ, താജ്മഹൽ ഉൾപ്പെടെയുള്ള 7 വണ്ടേഴ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാണാനുള്ള സമയം കിട്ടിയില്ല. വളരെ കുറച്ച് സമയമേ ഇക്കോ പാർക്കിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടത് നമ്മൾ 3-ാം നമ്പർ ഗേറ്റിലൂടെയാണ് കയറിയത്. ഇത് ഒരു ബംഗാൾ ഗ്രാമം, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ബംഗാളിലെ ഒരു ചെറിയ ഗ്രാമം എങ്ങനെയാണോ, നേരത്തെ ഉണ്ടായിരുന്നൊരു ഗ്രാമം എങ്ങനെയാണോ, അപ്പോൾ അതിന് ഇവിടെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇപ്പോഴും ബംഗാളിലൊക്കെ ചില ഭാഗത്ത് ഇതുപോലെയുള്ള വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ കൃഷിസ്ഥലങ്ങൾ, ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ച എങ്ങനെയാണോ കാണാൻ പറ്റുന്നത് അതുപോലെയുള്ള കാഴ്ചകളാണ് ഈ ഒരു ഗ്രാമത്തിന്. ഇതിന് പ്രത്യേകിച്ച് 10 രൂപ അങ്ങോട്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കയറുന്നതിനായിട്ട്. അതുപോലെ ഇതിനകത്ത് ഈ കുഞ്ഞു വീടിനകത്തൊക്കെ ഒരാളിരിപ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പുറത്ത് നെല്ലൊക്കെ നല്ല വിളവെടുക്കാൻ പാകത്തിലുള്ള വയലിൽ നല്ല പാകപ്പെട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് ഈ നെല്ലൊക്കെ കൊയ്യാൻ പരുവമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഗ്രാമത്തിന് ഉള്ളിൽ എന്തൊക്കെ കാഴ്ചകളാണ്, പ്രത്യേകിച്ച് ഒരു ബംഗാളിലെ ഗ്രാമത്തിൻ്റെ ഉള്ളിലെ കാഴ്ചയായിരിക്കും ഈ മൂർത്തികൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ടാവും. അതുപോലെ ഇതിനകത്തും ഉണ്ട് മൂർത്തി ഉണ്ടാക്കുന്നത്. പിന്നെ അവരുടെ ഓരോ രീതിയിലുള്ള അടുപ്പുകൾ, പിന്നെ ഒരു മാർക്കറ്റ് എങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നല്ല രസമുണ്ട് കാണാൻ. വളരെ ശാന്തമായ ഈ ടൗണിൻ്റെ ഒത്ത നടുക്കാണെങ്കിൽ പോലും എത്ര 500 ഏക്കർ സ്ഥലത്തെങ്ങാണ്ടാണ് ഇത് എക്കോ പാർക്ക് ഫുള്ളായിട്ട് വ്യാപിച്ച് കിടക്കുന്നത്. അതിൻ്റെ ഒരു കുഞ്ഞ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ നമ്മൾ മറ്റെങ്ങും പോവാതെ ഇതിനകത്ത് സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് ഫുൾ കാഴ്ചകൾ കാണാൻ പറ്റൂ. പിന്നെ ഞങ്ങൾ കുറച്ച് കാഴ്ചകൾ കണ്ടു. ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ വാക്സ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട നദി ഇതിൻ്റെ അകത്താണ്, എക്കോ പാർക്കിനകത്താണ്. കണ്ടില്ലേ, നല്ലൊരു തൊഴുത്ത്, അങ്ങനെ പല കാഴ്ചകളും ഇതിനകത്തുണ്ട്. വാക്സ് മ്യൂസിയത്തിൻ്റെ ഏറ്റവും മുകളിൽ കണ്ട നദി ഈ എക്കോ പാർക്കിൻ്റെ ഉള്ളിലാണുള്ളത്. ആ നദിക്ക് ചുറ്റുമായിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് പണ്ട് ഇപ്പോഴും പലരും ചെയ്യുന്നുണ്ട്, ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു റൂമാണ്.
അങ്ങനെ നമ്മൾ ഇക്കോ പാർക്കിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബംഗാളിലെ ചെറിയൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ, അവിടുത്തെ കടകൾ, കുട്ടികൾ കളിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടു. ഇനി നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ നദിക്ക് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതിന് ചുറ്റുമാണ് പലതും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 7 വണ്ടേഴ്സ് ഒന്നും കാണാനുള്ള സമയമേ നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ പോയത് ടിബറ്റിലേക്കാണ്. ടിബറ്റ് ഇവിടെ നല്ല രീതിയിൽ ബുദ്ധൻ്റെ ഒരു ടെമ്പിൾ, ഒരു ടിബറ്റിലെ കാഴ്ചകൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ ഒരു ബുദ്ധക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ടിബറ്റിലെത്തി. ഇതാണ് ടിബറ്റിലെ ക്ഷേത്രം, അതായത് ബുദ്ധക്ഷേത്രം. പിന്നെ ബുദ്ധക്ഷേത്രങ്ങളുടെയും മുൻപിലായി കാണപ്പെടും എന്നാണ് പറയാറുള്ളത്. പ്രെയർ വീൽസ് അല്ലെങ്കിൽ മണി വീൽസ് അങ്ങനെയൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇതുപോലെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ നമ്മളെ കൈകൊണ്ട് ചുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നോ പിന്നെന്താ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നോ ഒക്കെയാണ് ഇത് പറയപ്പെടുന്നത്. വളരെ വിശ്വാസികളല്ല ഇതുപോലെ നമ്മൾ ക്ലോക്ക് വൈസിൽ നമ്മൾ നടന്നു പോകുന്ന അതേ ദിശയിൽ തന്നെ ഈ പ്രെയർ വീൽസ് ഇതുപോലെ ചുറ്റിച്ചു പോകുന്നത് ബുദ്ധക്ഷേത്രങ്ങളുടെ മുമ്പിലുള്ള ഒരാചാരമാണ്. ഇപ്പോൾ തന്നെ കുറേ നേരം വൈകി. ഇവിടുത്തെ കാഴ്ചകൾ രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. വാക്സ് മ്യൂസിയവും പിന്നെ വിശ്വ ബംഗ്ലാ ഗേറ്റ് ഇതെല്ലാം കണ്ടുവന്നപ്പോഴത്തേനും ഒരുപാട് നേരം വൈകി. പിന്നെ അതുമാത്രമല്ല ഒത്തിരി ടയേർഡായി. പകൽ സമയത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം ഇക്കോ പാർക്കിലെ മുഴുവൻ കാഴ്ചകൾ കാണാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്. ഇനി ഒരിക്കൽ കൊൽക്കത്തയിൽ പോകുമ്പോൾ ഇക്കോ പാർക്ക് ഫുള്ള് കണ്ടിട്ടേ വരത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.